കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഏതെങ്കിലും മുതലാളി സാധാരണക്കാർക്ക് വേണ്ടി ചിലവഴിക്കുമോ? എന്നാൽ അങ്ങനെ ചിലവഴിക്കുന്നയാളാണ് ഞങ്ങളുടെ സാധു സാർ. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിഴക്കമ്പലം പഞ്ചായത്തിലെ ചിലർ ആ നാട്ടിലെ മുതലാളിയും 2020 എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ നേതാവുമായ സാബു എം ജേക്കബിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത്. രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഒരു മുതലാളിയുടെ കമ്പനി ഭരണത്തിന് പിന്നിൽ അണിനിരുന്നത് എന്ന ചോദ്യം ആ രാഷ്ട്രീയ സംഘം NDA പാളയത്തിൽ എത്തുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. കിഴക്കമ്പലത്തെ സാധാരണക്കാർ എങ്ങനെയാണ് സാബു ജേക്കബിനെ പോലെ ഒരു മുതലാളിക്ക് മുന്നിൽ കുറച്ചു കാലത്തേക്കെങ്കിലും അടിയറവ് പറഞ്ഞത്? ആ കഥ എല്ലാവരും കരുതുന്നത് പോലെ 2020 രൂപീകരിക്കപ്പെട്ട 2013 ആരംഭിക്കുന്നതല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അതിനും പുറകിലേക്ക് പോകണം. ആ കഥ തുടങ്ങുന്നത് 70കളിലാണ്. വർഷം 1971. കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് അന്ന അലൂമിനിയം എന്ന പാത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചിട്ട് 6 വർഷം കഴിയുന്നതേ ഉള്ളൂ. ഒരു വ്യവസായ സ്ഥാപനം എന്നതിനപ്പുറം കിഴക്കമ്പലത്തെ ജനങ്ങളുടെ ജീവിതത്തെ പല വിധത്തിൽ സ്വാധീനിച്ച പ്രസ്ഥാനമായി അന്ന ഗ്രൂപ്പും അതിന്റെ സ്ഥാപകൻ MC ജേക്കബും അതിനോടകം തന്നെ മാറിയിരുന്നു. അന്ന അലൂമിനിയം എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം 1972 അന്ന ഗ്രൂപ്പ് എന്ന് പേര് മാറ്റി. നാട്ടിൻപുറത്തെ ഒരു വ്യവസായ സ്ഥാപനത്തോട് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും തോന്നേണ്ട കാര്യമില്ല. എന്നാൽ അങ്ങനെ ഒരു സാധാരണ സ്ഥാപനമായിരുന്നില്ല അന്ന ഗ്രൂപ്പ്. 70കൾ എന്നത് ഇന്നത്തെ പോലെ ഏറെ സൗകര്യങ്ങളൊന്നുമുള്ള ഒരു കാലമല്ല. പരിമിതികൾക്കകത്തും ആളുകൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നീക്കുന്ന കാലമാണ്. എല്ലാ വീട്ടിലും വിശപ്പ് തളം കെട്ടി നിന്ന സാഹചര്യത്തിൽ MC ജേക്കബ് എന്ന മുതലാളി കിഴക്കമ്പലത്തുകാർക്ക് മുന്നിൽ ഒരു രക്ഷകനായി അവതരിച്ചു. 1973 ഒരു വറുതിക്കാലം. അന്ന അലൂമിനിയം എന്നെഴുതിയ കെട്ടിടത്തിന് മുന്നിൽ ജനങ്ങളുടെ ഒരു വലിയ ക്യൂ കാണാം. അലൂമിനിയം പാത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് അന്ന. കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ജനത എന്തായാലും പാത്രങ്ങൾ വാങ്ങാൻ അവിടെ ക്യൂ നിൽക്കില്ലല്ലോ. പക്ഷേ അവർ വന്നത് ഭക്ഷണം വാങ്ങാനാണ്. ഭക്ഷണമില്ലാത്തവർക്ക് 2 കിലോ കപ്പയും 5 കിലോ അരിയും നൽകുകയാണ് MC ജേക്കബ് എന്ന അന്ന അലൂമിനിയം മുതലാളി. അതോടെ MC ജേക്കബ് കിഴക്കമ്പലത്തുകാരുടെ കൺകണ്ട ദൈവമായി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കിഴക്കമ്പലത്തും പരിസരങ്ങളിലും അതുവരെ കാണാത്ത ഒരു നോട്ടീസ് പ്രചരിക്കപ്പെട്ടു. അന്ന ഗ്രൂപ്പിന്റെ നോട്ടീസ്. 1150 രൂപയ്ക്ക് നിങ്ങൾ കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ജോലി തരാം എന്ന മോഹന വാഗ്ദാനമായിരുന്നു ആ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ഒരു ദിവസത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനതയെ പ്രലോഭിപ്പിക്കാൻ ഇതിലും വലിയ വാഗ്ദാനമുണ്ടോ? ജീവിക്കാൻ ഒരു വഴി തെളിഞ്ഞതുപോലെ ആ നോട്ടീസ് നാട്ടുകാർക്കിടയിൽ പാറിപ്പറന്ന് നടന്നു. 4 പേർ കൂടുന്ന സ്ഥലത്തെല്ലാം ആ നോട്ടീസിനെ കുറിച്ച് മാത്രമായിരുന്നു ചർച്ച. വീടും സമ്പാദ്യങ്ങളും പണയം വെച്ചടക്കം ആളുകൾ കൂട്ടമായി ഷെയർ വാങ്ങിക്കൂട്ടി. ചിലർ പണം പലിശയ്ക്ക് കടം വാങ്ങിയാണ് ഷെയർ വാങ്ങിയത്. എന്നാൽ അവരുടെ ഇനിയുള്ള സ്വസ്ഥമായ ജീവിതത്തിന്റെ വിലയായിരുന്നു ആ 1150 രൂപ. ജോലി ആഗ്രഹിച്ച 100 കണക്കിന് ആളുകൾ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ലഭിച്ച ജോലിക്ക് വളരെ കുറഞ്ഞ വേതനമായിരുന്നു കമ്പനി ആളുകൾക്ക് നൽകിയത്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ഒരു വരുമാനം. വേതനം കുറവായത് കാരണം ഒട്ടേറെ പേർ ജോലി ഉപേക്ഷിച്ചു പോയി. എന്നാൽ അങ്ങനെ എളുപ്പം ഉപേക്ഷിച്ചു പോകാവുന്ന കെണിയായിരുന്നില്ല ആ 1150 രൂപ കാരണം ഉണ്ടായത്. വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു പണി വരാനുണ്ടായിരുന്നു. വർഷം 1990. കിഴക്കമ്പലത്തുകാർ 1150 രൂപ നൽകി അന്ന ഗ്രൂപ്പിന്റെ ഷെയർ വാങ്ങിയിട്ട് 16 വർഷം കഴിഞ്ഞു. അന്ന് ഷെയർ എടുത്ത എല്ലാവരെയും തേടി ഒരു നോട്ടീസ് വന്നു. ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസ്. നിങ്ങളുടെ പേരിൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ സ്വത്ത് ജപ്തി ചെയ്ത് ആ തുക വസൂലാക്കും എന്നതായിരുന്നു ആ നോട്ടീസിന്റെ ഉള്ളടക്കം. ആളുകൾ അറിയാതെ കമ്പനി അവരുടെ പേരിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്നു. അതോടെ പ്രശ്നം വഷളായി. കമ്പനിയിലേക്ക് ആളുകൾ മാർച്ച് നടത്തി. നാട്ടുകാർ കമ്പനിക്കെതിരെ കോടതിയിൽ പോയി. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. നാട്ടുകാരുടെ വലിയ പ്രതിഷേധങ്ങളെയും നിയമ പോരാട്ടങ്ങളെയും തുടർന്നാണ് ഒടുവിൽ അതിനകം കിറ്റെക്സ് ഗ്രൂപ്പായി മാറിയ പഴയ അന്ന ഗ്രൂപ്പ് മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്ത് തടിയൂരുന്നത്. കിറ്റെക്സ് ഗ്രൂപ്പിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കേണ്ടി വന്നത് അന്നു മാത്രമായിരുന്നില്ല. മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതിനാൽ തമിഴ്നാട് സർക്കാരിൽ നിന്നും അന്ത്യശാസനം ലഭിച്ചതിനെ തുടർന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് അവരുടെ ഡൈയിങ്, ബ്ലീച്ചിങ് ആൻഡ് പ്രിന്റിംഗ് യൂണിറ്റ് തമിഴ്നാട്ടിൽ നിന്നും കിഴക്കമ്പലത്തേക്ക് മാറ്റുന്നത് 2007 കേരളത്തിലെത്തിയിട്ടും മാലിന്യ സംസ്കരണത്തിലെ പ്രശ്നം അവസാനിച്ചില്ല. അന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. മുതലാളി MC ജേക്കബിന്റെ അവസാന കാലമാണ്. തലമുറ മാറ്റത്തിന്റെ സമയം.
മകൻ സാബു എം ജേക്കബാണ് ഈ സാമ്രാജ്യത്തിന്റെ അടുത്ത അധിപൻ. കോർപ്പറേറ്റ് റിപ്പബ്ലിക് ആകാൻ കൊതിച്ച കിഴക്കമ്പലത്തിന്റെ അടുത്ത നേതാവ്. കിറ്റക്സ് യൂണിറ്റിൽ നിന്നും മലിനജലം പാടശേഖരത്തിലേക്ക് ഒഴുക്കിവിടുന്നത് പ്രദേശവാസികൾക്കിടയിൽ വലിയ ചർച്ചയായി തുടങ്ങിയ കാലം കൂടിയാണത്. മലിനജലം കൃഷിയെ വലിയ തോതിൽ ബാധിച്ചതോടെ പ്രതിഷേധമുയർന്നു. ഒടുക്കം പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടു. ഇൻഡസ്ട്രിയൽ റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മാലിന്യ പ്ലാന്റ് വേണം, അതായിരുന്നു പഞ്ചായത്തിന്റെ ആവശ്യം. പക്ഷെ കിറ്റക്സ് അതിന് തയ്യാറായില്ല. കിറ്റക്സിൽ നിന്നുള്ള മാലിന്യം കടമ്പ്രയാറിലൂടെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തി. സ്വാഭാവികമായി കിറ്റക്സിന്റെ അന്നത്തെ മുതലാളി സാബു എം ജേക്കബിനെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ആളിപ്പടർന്നു. അന്നും കിറ്റക്സിനും സാബു ജേക്കബിനും ഒരു വജ്രായുധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പ്രതിഷേധമുയർത്തിയാൽ ഞങ്ങൾ കേരളം വിടും, അതോടെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാകും എന്ന ഭീഷണി. കമ്പനി താൻ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സാബു ജേക്കബ് അന്ന് പറഞ്ഞത്. ആ ഭീഷണിയിൽ സംവിധാനങ്ങൾ ഒന്നയഞ്ഞു. മാലിന്യ പ്രശ്നവും സമരവും അങ്ങനെ തന്നെ നിന്നെങ്കിലും സാബുവിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് പതുക്കെ കുറഞ്ഞു. വർഷം 2013. കമ്പനീസ് ആക്ടിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയ സമയം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ CSR എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടു. 500 കോടിയിലധികം വിറ്റുവരവുള്ള കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ 2% സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഈ പുതിയ നിയമം പറയുന്നത്. ആ സമയത്താണ് കിറ്റക്സിന്റെ CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിക്കണം എന്ന ആശയം ഉയരുന്നത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സംവിധാനമാണ് 2020. എന്തായാലും കമ്പനിയുടെ ലാഭത്തിലെ ഒരു വിഹിതം സാമൂഹ്യ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണം. എന്നാൽ പിന്നെ അതിൽ നിന്നും കൂടി തനിക്ക് എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുകൂടിയായി സാബു എം ജേക്കബിന്റെ ചിന്ത. പ്രദേശവാസികൾക്കുള്ള വീട് നിർമ്മാണം, ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 2020 ഏറ്റെടുക്കുന്നു. സൗജന്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. രാഷ്ട്രീയക്കാരാണ് തങ്ങൾക്ക് മുന്നിലെ തടസ്സം. രാഷ്ട്രീയക്കാരില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതായിരുന്നു 2020 ആളുകളോട് അന്ന് പറഞ്ഞത്. അങ്ങനെ തീർത്തും അരാഷ്ട്രീയമായ ഒരു ചർച്ച ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നു. അങ്ങനെ അരാഷ്ട്രീയത പ്രചരിപ്പിച്ചും സൗജന്യങ്ങൾ നൽകിയും ജനങ്ങൾക്കിടയിൽ 2020 അനിഷേധ്യമായ ഒരു സ്ഥാനമുറപ്പിച്ചു. 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നും രാഷ്ട്രീയക്കാരാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരെന്നും നിരന്തരം പ്രചരിപ്പിച്ച 2020 അരാഷ്ട്രീയത കൈമുതലാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയങ്ങളും നേടി. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരാജയമാണെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച സാബു ജേക്കബിനെ ഇപ്പോൾ കാണുന്നത് NDAയിലാണ്. ഇനി പറയാനുള്ളത് ആ കഥയാണ്. പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയ 2020യുടെ കഥ അടുത്ത എപ്പിസോഡിൽ. സ്റ്റേ ട്യൂൺഡ്.